കൃഷി ചെയ്യാൻ തുടങ്ങി. അത് ശരി, സർപ്രൈസ്. എവിടെ? ഇവിടെ കൊച്ചിയിലോ? എന്റെ ഫ്ലാറ്റില് കൃഷി ഇങ്ങനെ കുറച്ച് ചെയ്യും. പിന്നെ വീട്ടില് തുടങ്ങി വെച്ചപ്പോ അതിപ്പോ അമ്മ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടേക്ക് വീണ്ടും തിരിച്ചു വന്നതുകൊണ്ട് എന്റെ അച്ഛൻ കൃഷിക്കാരനാണ്, അച്ഛന് കൃഷിയായിരുന്നു, അപ്പൊ അതിന്റെ ഒരു ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങി. പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, രചന നാരായണൻകുട്ടി ഈസ് ബ്രിങ്ങിങ് അപ്പ് എ സോപ്പ്. അപ്പൊ അതിന് എന്ത് പേരിടും? സൃഷ്ടി. അതാണ് എന്റെ ഡാൻസ് സ്കൂളിന്റെ പേര്. ഇങ്ങനെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും സോപ്പ് ഇടേണ്ടി വന്നിട്ടുണ്ടോ? Not yet. Okay. That's just off the question. അപ്പോൾ ഞാൻ ചോദിക്കാം, ഇതുപോലെ തന്നെ ബൈ ഡാൻസിലൂടെ തന്നെയാണോ മീൻസ് ലൈക്ക് മൂവിയിലേക്കുള്ള എൻട്രി? ഹൗ വാസ് ദാറ്റ്? അതെങ്ങനെ? അല്ല, ആർജെയിലൂടെയാണ് മൂവിയിലേക്ക്. ഞാൻ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ജയരാജ് എന്ന് പറഞ്ഞ ചേട്ടൻ ആയിരുന്നു മറിമായത്തിന്റെ ആദ്യകാലത്ത് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ മറിമായത്തന്നെ തുടങ്ങി. 101 ചോദ്യങ്ങൾ എന്ന് പറയുന്ന സിദ്ധാർത്ഥ് ശിവയുടെ സിനിമയിൽ ആദ്യം അഭിനയിച്ചു. അതിനുശേഷം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആമേനിൽ അഭിനയിച്ചു. അതിനുശേഷം ദീപു അന്തിക്കാടിന്റെ ലക്കി സ്റ്റാർ. പക്ഷെ ലക്കി സ്റ്റാർ ആണ് ആദ്യം റിലീസായത്. പക്ഷെ ഞങ്ങൾ നമ്മുടെ ആമേനിലെ ക്ലാര, ദാറ്റ് വാസ് ദ ക്യാരക്ടർ. അത് ഒരു രക്ഷയില്ല. അതുമായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു പെർഫോമൻസിന്റെ ഒരു റീസൺ തന്നെ അതുമായിട്ട് എന്തൊക്കെയോ സിമിലാരിറ്റി സംവെയർ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ജീവിതത്തിൽ ഇന്നവരെ ആരോടും പോകോഴി എന്ന് പറഞ്ഞിട്ടില്ല. ഡയലോഗ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അങ്ങനെ പറയേണ്ട ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് ശരി. അത് എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആർജെയും ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഏർലി മോർണിംഗ് പോണം ഷൂട്ടിനൊക്കെ. ഐ മീൻ റെക്കോർഡിംഗ് മോർണിംഗ് ഷോ ആയതുകൊണ്ട് അപ്പൊ ബസ്സിലാണ് യാത്ര. അപ്പൊ 5:40 ബസ് വരും, 6 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും, പിന്നെ അവിടുന്ന് പോവും. അങ്ങനെയാ. അപ്പൊ ബസ്സിൽ ആ സമയത്ത് ട്രാവൽ ചെയ്യുന്ന ഒരാള് മോശമായിട്ട് പെരുമാറിയപ്പോ ഒന്ന് കൊടുത്തു. അത് ഒരു തെറ്റില്ല. പിന്നെ പോയി ആ ഷോയില് ഇത് ഷെയർ ചെയ്ത ഓഡിയൻസിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? പറഞ്ഞൊന്നുമില്ല. നമ്മളിങ്ങനെയൊക്കെ ചെയ്താലും ആ പെട്ടെന്ന് ആ ഒരു സമയത്തെ നമ്മൾ കുറച്ച് ഷോക്ക്ഡ് ആവും ഡെഫിനറ്റ്ലി. പിന്നെ എന്താണ് ആൾക്കാരെന്നുള്ളൊരു ചിന്ത വരും. അത് പക്ഷെ ഷോയിൽ അങ്ങനെ ഷെയർ ചെയ്ത ഷോ ഇസ് ലൈക്ക് എ പ്ലസന്റ് ഷോ. നമ്മളൊരു രാവിലെ തന്നെ ഒരാളെ എണീക്കുമ്പോ നമ്മൾ അവരോട് ഞാൻ ഒരാളെ തല്ലിയിട്ടോ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് നോട്ട് എ ഗുഡ് തിങ്. അതൊക്കെ പറയും. ഇതിപ്പോ പറഞ്ഞ പോലെ പറയും. എനിക്ക് തോന്നുന്നു ഈ ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞ പിന്നെ യൂട്യൂബും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായി ഞാൻ ഡാൻസ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി യൂട്യൂബ് ചാനല് ഒരു 2011 മുമ്പുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഡാൻസ് വീഡിയോ. പക്ഷെ ഞാനൊരു കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ഇടുന്ന ആളോ അങ്ങനെയൊന്നുമില്ല. അതിനോടൊരു ഭ്രമം അങ്ങനെ വന്നിട്ടില്ല.